മനസ്സിലെ സകല വൃത്തികേടും പുറത്തെടുത്ത് ഒരു കുടുംബത്തെ ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിച്ചപ്പോ നന്മ മാത്രം കൈമുതലായ ഒരാള് അപ്പുറത്തിറങ്ങാനുണ്ടായിരുന്നു. ഫിദ. അവരുടെ മുന്നിലാ നിങ്ങൾ തോറ്റുപോയത്. ഇപ്പൊ അവൾ ഏത് നേരവും കരച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് അവൾ എന്തോ കണ്ട് പേടിച്ചതുപോലെയാ. എനിക്കാണെങ്കിൽ അവള് മാത്രമേ ഉള്ളൂ സർ. എന്റെ ഹസ്ബൻഡ് നേരത്തെ മരിച്ചുപോയതാ. ഐ എം സോറി, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. എനിവേ, നിങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. സർ, അയാൾ കൈക്കൂലിക്കാരനായാലും അഴിമതിക്കാരനായാലും ഇവിടെ സാധാരണക്കാരന് ജീവിക്കണമല്ലോ. വൈകുന്നേരം എനിക്ക് നിങ്ങളുടെ മകളെ ഒന്ന് കാണണം. എൻ്റെ ഭാര്യയും എൻ്റെ കൂടെ ഉണ്ടാവും. താങ്ക് യു സർ. സത്യത്തിൽ ഞാൻ ഈ ക്യാബിനിലേക്ക് കയറി വന്നത് സാറ് ചീത്ത പറയുന്ന പേടിച്ചിട്ടാ. പകരം സാറ് ഏയ്, നിങ്ങളുടെ കാര്യം വളരെ ജെന്യൂനാ. അതുകൊണ്ട് തന്നെയാ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞത്. മോളെ കൊണ്ട് ഈവനിങ് വരും, നമുക്ക് സംസാരിക്കാം. പോകോളൂ. ശരി സർ. എന്നും ഇങ്ങനെ മോള് തന്നെ വിളമ്പിക്കൊണ്ടിരിക്കണം എന്നുണ്ടോ? ഒപ്പം ഇരുന്ന് കഴിച്ചൂടെ കുട്ടിക്ക്? ഇന്ന് അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും മോള് തന്നെയാ നോക്കിയത്. എല്ലാവരും നല്ല സന്തോഷത്തിലായതുകൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് ചെയ്തോളാമെന്നും പറഞ്ഞു. അതാ ഇപ്പൊ ഉത്സാഹിച്ച് വിളമ്പുന്ന. അമ്മേ, തൽക്കാലം സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങ് മറന്നു കളയാം അല്ലേ? പിന്നല്ലാതെ ഇതൊക്കെ ഓർത്തിരിക്കാൻ ആർക്കാടാ നേരം? കുറെ നാളുകൾക്ക് ശേഷമാ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അതെ അതെ, ഏട്ടന്റെ വരവും അമ്മയെ പോലീസുകാരെ വിട്ട സന്തോഷവും എല്ലാം കൂടിയാവുമ്പോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. ഇങ്ങനെ തന്നെ എന്നും കഴിയാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ അമ്മ? ഇവിടെയുള്ള ഭൂരിഭാഗം പേർക്ക് ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കണമെന്നാ ആഗ്രഹം. പക്ഷെ അതിന്റെ ആവശ്യമില്ലാതെ തീരുമാനിച്ച ചിലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രിയങ്കി സുകുമാരി ഇവിടുന്ന് പോയി. ഇനി ഈ കുടുംബത്തിൽ ആവശ്യമില്ലാത്ത വേലത്തരങ്ങള് ആരെങ്കിലും കാണിച്ച പത്മിനി, എന്നോടോ പരമേശ്വരനോടോ അനുവാദം ചോദിക്കാനൊന്നും നിക്കണ്ട. തെറ്റ് കാണുന്ന കാഴ്ചയെ തന്നെ അവരെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. ഇനി അതൊക്കെയാണമ്മേ ഞാനും തീരുമാനിച്ചിരിക്കുന്നത്. ക്ഷമിക്കാൻ നമ്മൾ തീരുമാനിച്ചാലേ ചെയ്യുന്നവരുടെ അഹങ്കാരം കൂടത്തേ ഉള്ളൂ. വരുണും സൂര്യയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു രസമായിരുന്നു. മോളുടെ ഫോണല്ലേ? ആ, ഹലോ. എടോ, താൻ എന്തെടുക്കുക? ഞാൻ ദേ വീട്ടിലുണ്ട്. എല്ലാരും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാം. എന്തേ? താനേ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്നൊന്ന് റെഡിയായിട്ട് ഓഫീസിലേക്ക് വാ. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അയ്യോ, കുഴപ്പം പിടിച്ചെന്തെങ്കിലും കാര്യമാണോ? അത് ഞാൻ താൻ വന്നിട്ട് പറയാം. താനൊന്ന് പെട്ടെന്ന് വാ. ആ, അമ്മ വരുണ വിളിച്ച് എന്നോട് പെട്ടെന്നൊന്ന് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അവിടെ എന്താ മോളെ അത്യാവശ്യം? അറിഞ്ഞൂടാ, വേഗം ചെല്ലണമെന്നാ പറഞ്ഞേ. എന്നാ മോള് വേഗം കഴിച്ചിട്ട് പൊക്കോ. ഇല്ല അമ്മ, എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് കഴിച്ചോളാം. അവള് പോട്ടെ. അത്യാവശ്യമാണെങ്കിൽ അവര് രണ്ടുപേരും കൂടി പുറത്തു നിന്ന് കഴിച്ചോളൂ. മോള് പോയിട്ട് വാ. പോയിട്ട് വരാമേ. എന്താണാവോ പ്രത്യേകിച്ച്? ഓ, അച്ഛൻ ഇനി അതാലോചിച്ച് തലപുകയ്ക്കൊന്നും വേണ്ട. വരുൺ ഇങ്ങനത്തെ കുസൃതികൾ ഒരുപാട് കാണിക്കാറുള്ളതല്ലേ. ഇപ്പോഴും പ്രേമിച്ച് നടക്കുന്ന പിള്ളേരാണെന്നല്ലേ അവരുടെയൊക്കെ ധാരണ. അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. പരസ്പരം സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാര് എപ്പോഴും കൊച്ചുകുട്ടികളെ പോലെ തന്നെ ആയിരിക്കും. സ്വന്തം ജീവിതത്തിൽ അതുണ്ടാക്കാൻ കഴിയാത്തേന്
നീ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആ നീ കഴിക്ക്. എന്തുപറ്റി? രണ്ടുപേരുടെ മുഖത്തൊരു ക്ഷീണം. അയ്യോ അമ്മേ, ഇങ്ങനെ അടങ്ങി ഒതുങ്ങി നടക്കാനൊക്കെ അമ്മയ്ക്ക് അറിയോ? ഇന്നലെ രാത്രി വരെ കാണിച്ചിരുന്ന ശങ്കൂറ്റം ഇതൊന്നും അല്ലായിരുന്നല്ലോ. ഇപ്പൊ എന്തു പറ്റി? നിങ്ങൾ രണ്ടുപേരും എന്താ കരുതിയേ? നിങ്ങൾ രണ്ടുപേരും അങ്ങ് കണ്ണടച്ചാ ഈ ലോകം മുഴുവൻ അങ്ങ് ഇരുട്ടാവുന്നു. ഇതിനൊക്കെ മുകളിൽ കണ്ണു തുറന്നു വരിക്കുന്ന ഒരാളുണ്ടമ്മേ, ദൈവം. ആ കാഴ്ചയിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല. എന്താ അമ്മേ, ഇന്ന് ആരുടെ പേരിൽ കേസ് കൊടുക്കാനാ രണ്ടുപേരും കൂടി ഇറങ്ങിപ്പോയത്? ആരെങ്കിലും അമ്മയുടെ സ്വന്തം സിയെ അറസ്റ്റ് ചെയ്തോ? ഓ, ഇന്നലെ വരെ വലിയ അഹങ്കാരമായിരുന്നല്ലോ രണ്ടുപേർക്കും. കണിമംഗലം ജയഭാരതി അമ്മയുടെ മോചനത്തിനുള്ള സകല വാതിലുകളും കൊട്ടിയടച്ചു എന്നുള്ള അഹങ്കാരം. എന്നിട്ടിപ്പോ അവര് പോലീസ് ലോക്കപ്പിലുണ്ടോ? അതോ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ജയിലിൽ പോയോ? സിയയോട് ശരിക്ക് സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു നോക്കായിരുന്നില്ലേ? ഒന്നും രണ്ടുമല്ല, ഒരുപാട് ഉന്നതന്മാരാ കണിമംഗലം ജയഭാരതി അമ്മയ്ക്ക് വേണ്ടി വിളിച്ചത്. മനസ്സിലെ സകല വൃത്തികളും പുറത്തെടുത്ത് ഒരു കുടുംബത്തെ ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിച്ചപ്പോ നന്മ മാത്രം കൈമുതലായ ഒരാള് അപ്പുറത്തിറങ്ങാനുണ്ടായിരുന്നു. ഫിദ. അവരുടെ മുന്നിലാ നിങ്ങൾ തോറ്റുപോയത്. ചെല്ല്, ചെന്നിരുന്ന് മുത്തശ്ശി മോളും കൂടി പുതിയ പുതിയ പദ്ധതികൾ ആലോചിക്കേ. ഒടുവിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അറിയോ? തെരുവിൽ ഇറങ്ങിയാലേ ആളുകൾ നിങ്ങളെ കൂവി വിളിക്കും, കയ്യിൽ കിട്ടുന്നിടത്ത് എറിയും. ഓർമ്മയുണ്ടല്ലോ അമ്മയ്ക്ക്? മുൻപ് കുറച്ചു കാലം ആറ്റുവാശ്ശേരി സുകുമാരി അമ്മയ്ക്ക് ഭ്രാന്താണെന്നും പറഞ്ഞ് നാട്ടുകാർ കാവലുന്നത്.